ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൽ ഒരു കാര്യം ഞാൻ പഠിച്ചിട്ടുള്ളത്, പ്രാർത്ഥന കൊണ്ട് ഏത് വന്മതിലും വീഴ്ത്താം, ഏത് വൻ ശക്തിയെയും പരാജയപ്പെടുത്താം, ഏത് ബലവാനെയും നിഷ്ക്രിയനാക്കാം. പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ പ്രാർത്ഥനയിൽ ആത്മീയ അഹങ്കാരമൊന്നും വരരുത്. വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് തോന്നലും ഉണ്ടാകരുത്. നീ ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിന്റെ പേരിനും പെരുമയ്ക്കും വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. എന്നാൽ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി ദൈവത്തിനറിയാം, അനുഭവിക്കുന്നവർക്കും അറിയാം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തെ മതിൽ വീഴ്ത്തി ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാനായിട്ട് യോശുവ അതിന് ചുറ്റും 7 പ്രാവശ്യം നടക്കാൻ പറയുന്നു. 7 പ്രാവശ്യം മതിലിന് ചുറ്റും നടന്ന് കാഹളം ഊതുമ്പോൾ, യഹൂദ ജനതയ്ക്ക് കാഹള ജ്ഞാപക പെരുന്നാളുണ്ട്. അവരുടെ വിജയത്തിൻ്റെ ആ സിമ്പല് കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ തനിയെ മതിൽ വീഴുമെന്നുള്ള വലിയ പ്രത്യാശ. ഞാനൊരു സ്പിരിച്വൽ എക്സസൈസ് സാധാരണ ചെയ്യാറുണ്ട്. ഞാൻ ഭവനത്തിൽ സമയം കിട്ടുമ്പോൾ എൻ്റെ പ്രയർ വോക്ക് എൻ്റെ ഭവനത്തിന് ചുറ്റും നടക്കുവാൻ ശ്രമിക്കും. ഞാൻ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ആ വിശുദ്ധ ആലയത്തിനും ആ ക്യാമ്പസിനും, ഞാൻ എവിടെയായിരിക്കുന്നോ ആ പ്രദേശത്ത് അപ്രകാരമായിരിക്കുമ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്, അതൊരു ശക്തിയാണ്. ആ ശക്തിയിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള എൻ്റെ ഒരു വിശ്വാസത്തിൽ, ആ ദൈവികമായിട്ടുള്ള സാന്നിധ്യത്തിൽ ഞാനത് ചെയ്യുന്നെങ്കിൽ, അപ്രകാരമുള്ള ആ ഫെയ്ത്ത്ഫുൾ ഇൻ ദ റൊട്ടീൻ, നമ്മുടെ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജി, ട്രസ്റ്റ് ഗോഡ് ആൻഡ് ഡു ദ റൈറ്റ് തിങ്. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യാതെ, സമയം കളയാതെ കാതലായി ഈ കാര്യം ചെയ്യാം. ദൈവം നിന്റെ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഏത് വൻപന്മാരെയും, ഞങ്ങളെ നശിപ്പിക്കുന്ന ഏത് പ്രസ്ഥാനങ്ങളെയും പ്രാർത്ഥന കൊണ്ട് ഒതുക്കാൻ സാധിക്കുമെന്ന് ദൈവവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. ഞങ്ങളുടെ വിശുദ്ധി കൊണ്ടല്ല, ഞങ്ങളുടെ മേന്മ കൊണ്ടൊന്നുമല്ല, നിന്റെ കൃപയും കരുണയും നിനക്ക് ഞങ്ങളോടുള്ള ദയ കൊണ്ട് നീ അത്ഭുതം ചെയ്യുമ്പോൾ നിന്നുള്ള ആശ്രയവും വിശ്വാസവും അപ്രകാരം വർദ്ധിപ്പിച്ച് ചെയ്യുവാൻ ഈ വചനം കാണുന്ന, കേൾക്കുന്ന, പറയുന്ന അടിയങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്ഥാപനങ്ങൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാവരുടെ മേലും വ്യാപരിച്ച് വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത്ഭുത ശക്തി വ്യാപരിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ.